അല്പമെങ്കിലും അതിൻ ബ്രഹ്മാതുരം സർവതൈരുഴന്നുമല്ലവേ ശില്പരമ്യപദപീഠഭൂമിൽ നിന്നുദ്ഭവിച്ചു തിരുമേനിയത്തനെ സേവയാർന്ന മണിഭൂഷണത്തിലും തോമനോജ്ഞമലമാല തന്നിലും ഹേമവിഗ്രഹമരീചി തേടുമീ കോമള പ്രഭവിളങ്ങളെ വിഭോ മർഹിതിൻ മുഖര സമ്മറച്ചതിൽ പോറ്റിക്കൊള്ളുകരുതു ധൂമരേഖകൾ മാറ്റിയെന്ന മണിവാതിലൂടെടും കാറ്റിലാടരുതിൻ ശിഖാഞ്ചലം ചേർന്നിരുന്നൊളിതെളിഞ്ഞു പൊങ്ങിനെ വാത്തിടായിലുമെരിഞ്ഞു മേൽക്കുമേൽ നേർത്ത ദേശമിടിയഞ്ചിടുന്ന നിൻ മൂർത്തി മുൻപു നിഴൽ നീങ്ങി നിൽക്കണേ. ഒരംഗം സ്വാഗതം പറയും. ആ മൈക്രോ ഫിനാൻസ് യൂണിറ്റിലെ ഒരാൾ തന്നെ അധ്യക്ഷയാവും, ചർച്ചയിൽ പങ്കെടുക്കും, കൃതജ്ഞത പറയും. ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്നാനഗുരുദേവനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അവിടെ കുട്ടികളും ഒക്കെ നിങ്ങൾ ആലോചിക്കുകയും അങ്ങനെ ഏറ്റവും ഒരു നല്ല അന്തരീക്ഷത്തിലാണ് 1.5 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് ഈ മൈക്രോ ഫിനാൻസ് യൂണിറ്റുകൾ അവസാനിക്കുന്നത്. അത് നമ്മളുടെ വ്യക്തിത്വത്തിൽ വലിയ സ്വാധീനത്തിൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഒരുപാട് മൈക്രോ സംഘങ്ങളുടെ കൺവീനർമാരും ജോയിന്റ് കൺവീനർമാരും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ തെരഞ്ഞെടുപ്പുകളിൽ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള ആ മേഖലകളിൽ ഇവരെല്ലാവരും ഒരു സമയത്ത് വീട്ടിൽ നിന്നും വീട്ടുകാര്യങ്ങൾക്ക് മാത്രം ചെലവഴിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഈ രംഗത്തേക്ക് വരികയും അവര് മറ്റു പലരേക്കാൾ നന്നായി ആ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിൻ്റെയൊക്കെ ഭരണങ്ങൾ നിർവഹിച്ച നിരവധി അവസരങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ യൂണിയനിലെ ശ്രീമതി സൽസമ്മ തങ്കപ്പൻ വളർത്തുന്ന ആ പേരുള്ള ചേച്ചി ഉണ്ടായിരുന്നു. മൈക്രോ വനിതാ സംഘടന കേന്ദ്ര സമിതിയായ മൈക്രോ ഫിനാൻസ് യൂണിറ്റ് കൺവീനറായിരുന്നു. ഒരു വലിയ പഞ്ചായത്ത് 21 വാർഡുള്ള പഞ്ചായത്തിന് 3 പേര് സൽസമ്മ തങ്കപ്പൻ എന്ന് പറയുന്ന ചേച്ചി തുടർച്ചയായി പഞ്ചായത്ത് പ്രസിഡന്റായതുകൊണ്ട് ഏറ്റവും സമർത്ഥമായ പഞ്ചായത്തിനെ നയിച്ചത് ഞാനാണ്. അതുപോലെ തന്നെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ ഒരു ചെയർപേഴ്സണായിരുന്ന ശ്രീമതി രജനി പ്രദീപ് മൈക്രോ ഫിനാൻസിൻ്റെ ഒരു സംഭാവനയായി. ഞാൻ ഇങ്ങനെ പറഞ്ഞ നിരവധിയായ ആളുകൾ ഓരോ മേഖലകളിലും കടന്നു വരികയും അത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണെങ്കിലും പൊതുരംഗത്താണെങ്കിലും പഞ്ചായത്തിൻ്റെ ഭരണത്തിലാണെങ്കിലും മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുമൊക്കെ അവരുടേതായ കഴിവ് തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പലപ്പോഴും നേരിട്ട് നോക്കിക്കണ്ട ഒരു വ്യക്തി എന്നുള്ളതിൽ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് നമ്മളുടെ ദൈനംദിന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്കിൽ തരുന്ന ഈ പണം വിനിയോഗിക്കുവാൻ കഴിയും. തന്നെയുമല്ല, കൃത്യമായി ഒരു പൈസ ബാങ്കിൽ നിന്ന് എടുത്താൽ അത് കൃത്യമായി തിരിച്ചടയ്ക്കണം. അത് മറ്റ് ആളുകളിലേക്ക് ആ സന്ദേശം നൽകുന്നതിനും SNDPO മൈക്രോ ഫിനാൻസിന് കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ വെള്ളാപ്പള്ളി അവർ SNDPO ജനറൽ സെക്രട്ടറിയായി വന്നതിന് ശേഷമാണ് നിങ്ങളുടെ എല്ലാ മനസ്സിൽ ഓർമ്മയുണ്ട് ഈ മൈക്രോ ഫിനാൻസിന് രൂപം നൽകുകയും അതെല്ലാ യൂണിറ്റിലേക്കും വളർന്ന് പന്തലിക്കുന്നതിന് ഉള്ള സൗകര്യങ്ങളുമൊക്കെ നൽകിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാത്ത നിരവധി ആളുകൾ മൈക്രോ ഫിനാൻസ് പദ്ധതിയെ ബോധപൂർവം തകർക്കുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബഹുമാനായ ജനറൽ സെക്രട്ടറിക്കെതിരെ പോലും യാതൊരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും കള്ളക്കേസുകൾ നിരവധിയായി കൊടുത്ത അനുഭവവും നമുക്കുണ്ട്. യഥാർത്ഥത്തിൽ SNDPO ചെയ്യുന്നത് എന്താണ്? നിങ്ങളുടെ ഒരു കൂട്ടായ്മ, ഒരു യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിലേക്ക് ലോണിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ പ്രാഥമികമായി യൂണിയനിലേക്ക് പരിശോധന നടത്തുകയും അതിനുശേഷം ബാങ്കിൽ കൃത്യമായി അവരുടെ ഗ്രേഡിംഗ് പൂർത്തീകരിച്ചതിന് ശേഷം
യോഗ്യതയുള്ള സംഘങ്ങളാണ്, യൂണിറ്റുകളാണ് എങ്കിൽ ആ യൂണിറ്റുകൾക്ക് ഫണ്ട് കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യും. അതിനുശേഷമാണ് SNDP യൂണിയനുകളുടെ റിക്വസ്റ്റ് അനുസരിച്ച്, അഭ്യർത്ഥന അനുസരിച്ച് ബഹുമാന്യായ SNDP യൂണിയൻ സെക്രട്ടറി ഇന്ന യൂണിറ്റുകൾക്ക് നിങ്ങളുടെ ചുമതലയിലും ഉത്തരവാദിത്വത്തിലും ഈ ലോണുകൾ നൽകാവുന്നതാണെന്നുള്ള ശുപാർശ കത്താണ് SNDP യൂണിയനുകളിലേക്ക് നൽകുന്നത്. അതാണ് SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളമുള്ള കൃത്യമായ ഇടപെടൽ. മറ്റ് സാമ്പത്തിക ഇടപാടുകളിലൊന്നും SNDP യോഗത്തിന് അല്ലെങ്കിൽ യൂണിയനുകൾക്ക് യാതൊരു പങ്കും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും ഫണ്ട് നിങ്ങൾക്ക് അനുവദിക്കുന്നു. ഇപ്പോൾ ഒരു യൂണിറ്റിന് 10 ലക്ഷം രൂപയാണെങ്കിൽ ആ 10 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, അതിൻ്റെ കൺവീനറുടെയും ജോയിന്റ് കൺവീനറുടെയും ജോയിന്റ് അക്കൗണ്ടിലേക്ക് ബാങ്ക് നൽകും. കൃത്യമായത് ബാങ്കിലേക്ക് നിങ്ങൾ റീപേയ്മെന്റ് നൽകുന്നു. അപ്പൊ അവിടെ സ്വാഭാവികമായും SNDP യോഗത്തിന്റെയും SNDP യൂണിയന്റെയും ക്രെഡിബിലിറ്റിയാണ് അവിടെ ഉപയോഗിക്കപ്പെടുന്നത്. അപ്പൊ അത് സുതാര്യമായും കൃത്യമായിട്ടാണ് ഈ ട്രാൻസാക്ഷനുകൾ നടക്കുന്നത്. ഇത് ബാങ്കുകൾക്കും പൊതുസമൂഹത്തിനും എല്ലാം ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. പക്ഷേ നമ്മുടെ ഈ പദ്ധതിയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ പല ഭാഗത്തും നടന്നിട്ടുണ്ട് എന്ന് ഞാൻ വിസ്മരിക്കുന്നില്ല. കേരളത്തില് അപൂർവം ചില യൂണിയനുകളിൽ ഉണ്ടായിട്ടുള്ള ഈ പിശകുകൾ അത് പർവ്വതീകരിച്ചുകൊണ്ട് ഈ മൈക്രോ ഫൈനാൻസ് ആകെക്കുഴപ്പമാണ് എന്നുള്ളതിലേക്ക് ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതിനാണ് പലരും ശ്രമിച്ചിട്ടുണ്ട് എന്ന് കൂടി ഞാൻ ഓർക്കുന്നു. എന്തായാലും കേരളത്തിലെ SNDP യോഗത്തിന്റെ ചുമതലയിൽ, SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ, SNDP യോഗത്തിന്റെ സഹായത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൈക്രോ ഫൈനാൻസ് പദ്ധതി അവിസ്മരണീയമായി മുന്നോട്ട് പോകുന്നു എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ സ്മരിക്കുന്നു. ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നു, ധനലക്ഷ്മി ബാങ്കാണ് ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഫണ്ടുകൾ തന്നു. 25,000 രൂപയും 1 ലക്ഷം രൂപയും ഒക്കെ തരണം, ഞങ്ങളുടെ യൂണിറ്റുകൾക്ക് തരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആവശ്യപ്പെട്ട അവസരങ്ങൾ, നിരവധി അവസരങ്ങളിൽ ബാങ്കുകളിൽ കയറി ഇറങ്ങിയാൽ പോലും അതിന്റെ പല പ്രോസസ്സ്, പല നടപടികൾ പൂർത്തീകരിച്ച് നമുക്ക് തരുന്നതിന് ഒരു ബുദ്ധിമുട്ടന്ന് ബാങ്കുകൾക്കുണ്ടായി. ധനലക്ഷ്മി ബാങ്കാണെന്ന് നമ്മുടെ സാഹചര്യം. പക്ഷെ ഇന്നത് മാറിയിരിക്കുന്നു. നിങ്ങൾ കൃത്യമായി SNDP യോഗത്തിന് വനിതകൾ നിങ്ങൾക്ക് ഫണ്ട് തന്നാൽ, മൈക്രോ ഫിനാൻസ് പദ്ധതിയിലൂടെ പൈസ തന്നാൽ നിങ്ങൾ കൃത്യമായി തിരിച്ചടയ്ക്കുന്ന ആളുകളാണ് എന്നൊരു പൊതുബോധം ഇന്ന് കേരളത്തിലെ എല്ലാ ബാങ്കുകൾക്കും ഉണ്ടായിട്ടുണ്ട്. നിങ്ങളാണ് ഇതിന്റെ മൂല്യം, നിങ്ങളുടെ ക്രെഡിറ്റാണ് ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഇന്ന് അതിന്റെ ലിമിറ്റ് വെച്ചിട്ടില്ല. ഒരു വ്യക്തിക്ക് 1 ലക്ഷം രൂപ വരെ ബാങ്ക് കൊടുക്കുന്ന നിലയിലേക്ക് എല്ലാ ബാങ്കുകളും മാറിയിരിക്കുന്നു. എല്ലാ ബാങ്കുകളും നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി പരസ്പര മത്സരത്തോടു കൂടി നമ്മളിലേക്ക് നടത്തുന്നു. അപ്പോൾ ഞാൻ ധനലക്ഷ്മി ബാങ്കാണ് ഏറ്റവും കൂടുതൽ യൂണിയനുകൾക്ക് ഏറ്റവും കൂടുതൽ സമ്പത്ത്, ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകിയത് എന്നുകൂടി ഈ അവസരത്തിൽ സ്മരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്, എരുമേലി SNDP യൂണിയനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി മൈക്രോ ഫിനാൻസ് പദ്ധതി പോകുന്നുണ്ട്. ഒരാൾ പോലും 20 പേരുള്ള ഒരു സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരാളോ 2 പേരോ ചെയ്യുന്ന ചെറിയ പിഴവുകൾ അല്ലെങ്കിൽ ചെറിയ പോരായ്മകളാണ് ആ സംഘത്തെ മൊത്തം ബാധിക്കും. ആ സംഘത്തെ മൊത്തം ബാധിക്കുമ്പോഴെന്നാണ് ആ ശാഖയെ ബാധിക്കും. പിന്നെ ആ ശാഖയിലേക്ക് ഞങ്ങൾക്ക് ഫണ്ടുകൾ തരുന്നതിനോ അനുമതി നൽകുന്നതിനോ നമുക്ക് കഴിയുന്നില്ല. SNDP യൂണിയനുകളെയും അത് ബാധിക്കും. അതുകൊണ്ട് ഓരോരുത്തരും ഉത്തരവാദിത്വത്തോടുകൂടി വളരെ സൃഷ്ടിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഫണ്ട് ഉപയോഗിക്കുകയും അത് മറ്റാളുകൾക്ക് സഹായമായി മാറുവാനും കഴിയട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരെയും കാണുന്നതിനും വളരെ ഒരു ദിവസം നേരത്തെ നൽകണം എന്നതുകൊണ്ടാണ്, ഒരു പ്രവൃത്തി ദിവസമാണെങ്കിലും ഇന്ന് തന്നെ ഈ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഓണത്തിന് മുമ്പ് യൂണിയൻ അതിനുവേണ്ടി ശ്രമിക്കുന്നു. ഓണത്തിന് മുമ്പ് നമ്മുടെ എല്ലാ സഹോദരിമാർക്കും ഒരു ശാഖയിൽ മിനിമം ഒരു യൂണിറ്റെങ്കിലും വെച്ച് നമുക്ക് വലിയൊരു മൈക്രോ ഫിനാൻസ് പദ്ധതിയിലൂടെ കൂടുതൽ ലോണുകൾ വായ്പ നൽകുന്നതിന് ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളും ഇന്ന് എടുക്കാത്ത മറ്റ് യൂണിയനുകളിലേക്ക് ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് ആ പദ്ധതിയുമായി പങ്കാളികളായി മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. കൃത്യമായ റീപേയ്മെന്റ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇന്ന് നൽകുന്ന എല്ലാ ഗ്രൂപ്പിന്റെയും ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചപ്പോഴും വളരെ കൃത്യമായി നിങ്ങൾ അത് റീപേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഈ റീപേയ്മെന്റുകൾ മറ്റൊരു കാര്യങ്ങളുണ്ട്. ഇപ്പം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാങ്ക് ലോൺ അനുവദിക്കുമ്പോൾ
ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് നേരത്തെ നമ്മളെത്ര ജാമ്യം വസ്തു ഈടുകൊടുക്കുന്നു മറ്റെന്തെങ്കിലും ആയിരുന്നു. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സാമ്പത്തിക ക്രയവിക്രയം എങ്ങനെയാണെന്ന് ബാങ്കിലെ മാനേജർക്കോ അതിൻ്റെ ഓഫീസർക്കോ ബാങ്കിൽ നിന്നുകൊണ്ട് അവിടെ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ പറയുന്നത് സിബിൽ സ്കോർ. അപ്പം എവിടെയെങ്കിലും ഡീഫോൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി മറ്റൊരു വായ്പയ്ക്ക് വേണ്ടി ബാങ്കിനെ സമീപിക്കുമ്പോൾ അവിടെ നമ്മൾ സിബിൽ സ്കോർ വളരെ മോശമാണെങ്കിൽ ഒരു ബാങ്കിൽ ഇന്ന് ഒരു സ്കൂട്ടറിന് പോലുമുള്ള ലോൺ നൽകുന്ന നിരവധി അവസരങ്ങളുണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ അടയ്ക്കെടുക്കുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ സിബിൽ സ്കോറിനെ ഇവിടെ ബാധിക്കും. അത് ചിലപ്പോൾ വിചാരിക്കും നമ്മൾ അടയ്ക്കല്ലോ 2 ദിവസം കഴിഞ്ഞാൽ കുഴപ്പമില്ല, അപ്പം പലിശ മാത്രം പോകുന്നു. പക്ഷെ ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രാധാന്യം ബാങ്ക് അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പഴയ സിസ്റ്റം എല്ലാം മാറിയിരിക്കുന്നു. അത് എരുമേലിയിൽ ഒരു ബാങ്ക് ലോണിന് വേണ്ടി കൊടുത്താൽ, അത് പത്തനംതിട്ട കൊടുത്താലും കേരളത്തിൽ എവിടെ കൊടുത്താലും ഏത് ബാങ്കിൽ കൊടുത്താലും അവിടെ സിസ്റ്റത്തിലേക്ക് നമ്മുടെ ഒരു വ്യക്തിയെ കാണുന്ന അവരുടെ സിസ്റ്റത്തിൽ നോക്കിയാൽ തന്നെ സാമ്പത്തിക ഇടപാടുകൾ നമ്മൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും. അപ്പൊ ഇത് നിങ്ങൾക്കൊരു നല്ല അവസരം കൂടിയാണ് എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ നിങ്ങൾക്ക് വേണ്ടി വളരെ നേരത്തെ തന്നെ ഇവിടെ കടന്നു വന്ന എൻ്റെ പ്രിയ സഹോദരിമാരെ, അമ്മമാരെ എല്ലാവരെയും എരുമേലി SNDP ഒരിക്കൽ കൂടി കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. വിജയിക്കുന്നു. ഞങ്ങളുടെ ഹിസ്റ്ററി പറയുവാണെങ്കിൽ SNDP എരുമേലി യൂണിയന്റെ ട്രിഗറിംഗ് റേഷ്യോ 0% താഴെ. ട്രിഗറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡെലിക്വൻസി റേഷ്യോ എന്നാണ് പറയുന്നത്. അതായത് കുടിശ്ശിക വരുത്തുന്ന റേഷ്യോ അത് വളരെ വളരെ കുറവാണ്. പിന്നെ ചില നിർഭാഗ്യവശാൽ ചില സാഹചര്യത്തിൽ 1-2 പേർക്ക് ഈ മരണപ്പെട്ട ഒരവസ്ഥയിൽ വന്നിരിക്കുന്നു. വിദേശത്ത് പോയിട്ട് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്ന ആൾക്കാരായിട്ടുണ്ട്. പക്ഷേ യൂണിയന്റെ കൃത്യമായിട്ടുള്ള ഇടവുകൾ മുഖാന്തരം 2-3 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ആ പൈസ മൊത്തം സെറ്റിൽമെന്റ് ആകാൻ